വിവാദമായ കാസർഗോഡ് MDMA കേസ് പ്രതികളെ നേരിട്ടറിയാമെന്ന് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഹുസൈൻ മുസാഫിറിനെ ആദ്യമായി വിളിച്ചത് നവകേരള സദസ്സിലെ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റപ്പോൾ ഹുസൈൻ്റെ ആവശ്യപ്രകാരം വീട്ടിലെത്തി സന്ദർശിച്ചിരുന്നെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സമരത്തിൽ പരിക്കേറ്റയാളെ എന്ന പരിഗണന നൽകിയിരുന്നതായി വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പ്രതികൾ തന്റെ മീഡിയ ടീമിന്റെ ഭാഗമല്ലെന്നും കൂട്ടിച്ചേർത്തു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പമ്പടി MGM സ്കൂളിൻ്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. ആ വീട്ടിൽ പോയി ഇദ്ദേഹത്തെ കണ്ടതിന് ഫോട്ടോസൊക്കെ ഉണ്ട്. അതിനുശേഷം ഇയാൾ എന്നെ 3-4 പ്രാവശ്യം പല സ്ഥലത്ത് വെച്ച് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മളൊരു പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഒരാളെന്നുള്ള നിലയിലുള്ള ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട് അയാളോട്. അങ്ങനെയല്ലേ, അടികൊണ്ട് വന്ന പിള്ളേർ വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് നിർത്തും, തീർച്ചയായിട്ടും അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും അവിടുത്തെ പാർട്ടിക്കാർക്കോ പബ്ലിക്കിനോ ഇതൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അറിയുന്നത്, അല്ലാതെ ആർക്കും അതറിയില്ല. അത് എൻ്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. MDMA കേസിൽ യൂത്ത് കോൺഗ്രസുകാർ അറസ്റ്റിലായതോടെ ഓപ്പറേഷൻ തൂഫാൻ പിന്നാക്കം പോയെന്ന പ്രതിപക്ഷ ആരോപണം ആഭ്യന്തരമന്ത്രി തള്ളി. നോഡൽ ഓഫീസർ സ്ഥാനത്ത് നിന്നും പുട്ട വിമലാദിത്യയെ മാറ്റിയതല്ല, അവധിക്ക് പോയത് കൊണ്ടാണ് പകരം ചുമതല നൽകിയതെന്നും രമേശ് ചെന്നിത്തല വിശദീകരിച്ചു. പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ശുദ്ധ തെറ്റാണ്. ഓപ്പറേഷൻ തുഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയാണ്. 10 വർഷം അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെ പിന്തുണയ്ക്കുകയല്ല അദ്ദേഹം വേണ്ടത്. കുറ്റം ചെയ്യുന്നവർക്ക് എന്ത് രാഷ്ട്രീയമാണ്? കുറ്റം ചെയ്യുന്നവരെ പ്രതികളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഭാരവാഹി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമപരമായ നടപടിയെടുക്കും, ഒരു സംശയവും വേണ്ട. പുട്ട വിമലാദിത്യ 1 മാസത്തേക്ക് അവധി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഗാർഹികമായ ചില കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം എടുത്തിട്ട് ഇപ്പോൾ 1.5 ആഴ്ചയായി. അപ്പോൾ അതിന് പകരം ഒരാളെ ചാർജ് ഏൽപ്പിച്ചതുകൊണ്ടു അദ്ദേഹം മടങ്ങി വന്നാൽ അദ്ദേഹം തന്നെ തുടരും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഫാക്ട് ചെക്ക് നടത്തേണ്ട അവസ്ഥയെന്ന് CPIM വിമർശിച്ചു. MDMA കേസിലെ പ്രതിയെക്കുറിച്ച് ഇന്നും നുണ പറഞ്ഞെന്നും മുൻ മന്ത്രിയും MLA-യുമായ മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് MDMA കേസ് പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റതിന് ശേഷമാണ് എനിക്ക് പരിചയം വന്നതാണ്. ഒന്ന്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. അതെന്തും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA കേസിലെ പ്രതിയുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി അടുപ്പം ബന്ധം ഉള്ള വീഡിയോകളും ഫോട്ടോകളും പുറത്തു വരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയേണ്ട പ്രശ്നം വരുന്നത്? വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും VS അനു ചേരുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. VS അനു, മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് പ്രതിയെ അറിയാമായിരുന്നു, അത് പക്ഷേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ നിലയിൽ കണ്ടപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഇടപെടേണ്ടി വന്നത്, വിളിക്കേണ്ടി വന്നത്, കാണേണ്ടി വന്നത്. മറുവശത്ത് CPIM ഉന്നയിക്കുന്ന ആരോപണം ആ നവകേരള സദസ്സിന് മുൻപ് തന്നെ ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഫോട്ടോകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPIM ഉന്നയിക്കുന്ന ആരോപണത്തോട് ഇനി മറുപടി പറയേണ്ടി വരില്ലേ? ഈ വിവാദം എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക? വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് വ്യക്തമാക്കിയത്? ഗൗതം, MDMA കേസിലെ പ്രതി തൂഫാൻ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവുമായുള്ള ബന്ധം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം ആദ്യം തന്നെ പറയുന്നു മുഹമ്മദ് ഹുസൈനെയും അബ്ദുൾസലാമിനെയും തനിക്ക് അറിയാമായിരുന്നു. അത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ ലാത്തി ചാർജ്, അതിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് ഇയാൾ ഫോണിൽ ബന്ധപ്പെടുന്നത്. സ്വാഭാവികമായും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരിക്കേറ്റയാൾ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. മാത്രമല്ല, തനിക്കോ അന്നത്തെ അവിടുത്തെ പാർട്ടിക്കാർക്കോ അവിടുത്തെ സാധാരണക്കാർക്കോ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ MDMA-യുമായി പ്രവർത്തിക്കുന്നയാളാണ് ഇയാൾ എന്ന് അറിയില്ലായിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞ് ഈ വിഷയത്തെ ഒഴിയുന്നത്. മാത്രമല്ല, ഒരു തരത്തിലും അയാൾ തൻ്റെ സോഷ്യൽ ടീമിൻ്റെ ഭാഗമല്ലായിരുന്നു എന്നും പറയുന്നു. എന്നടക്കം പറഞ്ഞുകൊണ്ട് ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോയ മുഖ്യമന്ത്രി VD സതീശനോട് ഈ MV ഗോവിന്ദൻ്റെ വിമർശനം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ലഹരി കച്ചവടക്കാരുടെ ഇടമായി മാറി എന്ന വിമർശനം പറയുമ്പോൾ
പറയുമ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ഏതായാലും ഞാൻ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല. എം വി ഗോവിന്ദൻ ഞങ്ങളുടെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിഹാസ രൂപേണ എം വി ഗോവിന്ദന് മറുപടി പറയുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെയാണ് കണ്ടത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട അപ്പോൾ പരിചയപ്പെട്ടതല്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ മറ്റ് ഇടത് നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയെ വീണ്ടും വിമർശിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉള്ളത്. ശരി, വി എസ് അനുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്, പ്രതി അറിയാമെന്ന് പറയുന്നു. അപ്പോൾ മറുവശത്ത് ആ അറിയുന്ന കാലഘട്ടം മുഖ്യമന്ത്രി പറഞ്ഞ സമയമല്ല, അതിനു മുൻപാണ് എന്ന് വ്യക്തമാക്കി ആരോപിച്ചാണ് CPM രംഗത്തെത്തിയിരിക്കുന്നത്.